ആര് ഭരിച്ചാലും കോരന് കുമ്പിളിൽ തന്നെ കണ്ണി. ഇത് പരസ്യമായി രാഷ്ട്രീയ വേദിയിൽ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA ആയിരുന്ന ശ്രീ ആർ സുഗതനാണ്. ഇത് പറഞ്ഞിട്ട് അരനൂറ്റാണ്ട് കഴിയുന്നു. ഇന്നും ശ്രീ ആർ സുഗതൻ പറഞ്ഞത് അർത്ഥവത്തായി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴിത് പറയാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ, അദ്ദേഹം പാർലമെന്റ് അംഗമായതുകൊണ്ട് സംസ്ഥാന മന്ത്രിസ്ഥാനം രാജിവെച്ചു. അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ, ആ വകുപ്പുകളിൽ നിന്നും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ, ദേവസ്വം ബോർഡും പാർലമെന്ററി കാര്യവും ഒഴിവാക്കിക്കൊണ്ട് പട്ടിക ജാതിയും പട്ടികവർഗ വികസനവും ഒരു പുതിയ മന്ത്രിയെ നിയമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം പട്ടിക ജാതി പട്ടിക വർഗ വകുപ്പ് മന്ത്രി എന്നറിയപ്പെടുന്നു. അദ്ദേഹം വയനാട് ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, കേരളത്തിലെ ആദിവാസികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന, വയനാട് ജില്ലയിലെ ഏകദേശം 30% ജനസംഖ്യയുടെ 30% പേർ ആദിവാസികളാണ്. അവരുടെ നാട്ടിൽ നിന്നാണ് അവിടെ ജനിച്ചു വളർന്ന കേളു. അദ്ദേഹം കേരള സംസ്ഥാന മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അദ്ദേഹം കേരള മന്ത്രിസഭയിൽ ആദ്യമായിട്ട് ഒരു ഗിരിജന വർഗത്തിൽ നിന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ശ്രീമതി ജയലക്ഷ്മിയാണ്. അവർ മത്സരിച്ച് ജയിച്ച അതേ മണ്ഡലത്തിൽ നിന്നാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ശ്രീ കേളുവും ജയിച്ചത്, മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്ന്. അദ്ദേഹത്തിന് പട്ടിക ജാതി വികസനവും പട്ടിക വർഗ വികസനവും നൽകുകയും മുൻ മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം ബോർഡും പാർലമെന്ററി കാര്യവും ഒഴിവാക്കിയാണ് ചെയ്തത്. വേണമെങ്കിൽ കെ രാധാകൃഷ്ണനോളം പരിചയസമ്പന്നത ഇല്ലാത്തത് കൊണ്ടാണ് ശ്രീ കേളുവിൽ നിന്നും ദേവസ്വം ബോർഡും പാർലമെന്ററി കാര്യവും മാറ്റിയത് എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം. എന്നാൽ 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിലാദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി അടക്കം എത്ര മന്ത്രിമാർക്കാണ് മുൻപരിചയം ഉണ്ടായിരുന്നത്? ആർക്കുമില്ലായിരുന്നു. എല്ലാവരും ആദ്യമായിട്ട്, അതിൽ പലരും ആദ്യമായി നിയമസഭയിൽ എത്തുന്നവരും മന്ത്രിയാകുന്നവരും എല്ലാവരും തന്നെയും ആദ്യമായി മന്ത്രിയാകുന്നവരുമായിരുന്നു. അപ്പോൾ ആ പരിചയത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. അതിനുശേഷം ഒരു അരനൂറ്റാണ്ടിന് ശേഷം ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിന്റെ മനസ്സിൽ മതം എത്രത്തോളം അന്ധമായി സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്നതിന് ഇതിലേറെ തെളിവ് എന്താണ് ആവശ്യം? കേരളത്തിലെ ജനങ്ങളിൽ ജാതിയുടെയും മതത്തിന്റെയും സ്വാധീനം എത്രത്തോളം വലുതാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ലോകം മുഴുവൻ മാറിയാലും ഇന്ത്യ മാറില്ല എന്ന് 150 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ കാർൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതുതന്നെയാണ്, ഇന്ത്യയിൽ വളരെ ആഴത്തിൽ വേരൂന്നിരിക്കുന്ന ജാതിയും മതവും തന്നെയാണ്. ഒരു ഇടതുപക്ഷ സർക്കാരിന് പോലും അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റു സർക്കാരുകളെ കുറിച്ച്, അല്ലെങ്കിൽ മറ്റു പെറ്റി ബൂർഷോ സർക്കാരുകളെ കുറിച്ച് എന്താണ് പറയാൻ കഴിയുക? ഇത് പറയുമ്പോൾ തന്നെ ഒരു പെറ്റി ബൂർഷോ സർക്കാർ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന
ഒരു സർക്കാർ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നത്. അന്ന് പട്ടികജാതി പട്ടികവർഗത്തിന്റെ ചുമതല ആ വകുപ്പ് ഏറ്റെടുത്തത് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരനായിരുന്നു. അന്ന് ആ വകുപ്പുകളുടെ പേര് പട്ടികവർഗ പട്ടികജാതി എന്നല്ലായിരുന്നു, ഹരിജൻ ഗിരിജന വകുപ്പ് എന്നായിരുന്നു. അത് മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ ആ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് അന്ന് പട്ടികജാതിക്കാരനായ ശ്രീ കെ ബാലകൃഷ്ണന് ഗതാഗത വകുപ്പാണ് നൽകിയത്. മുഖ്യമന്ത്രി താൻ ഏറ്റെടുത്ത ഹരിജൻ ഗിരിജന വകുപ്പ് വളരെ നന്നായി കൈകാര്യം ചെയ്യുകയും മറ്റ് ആര് കൈകാര്യം ചെയ്തിരുന്നപ്പോൾ ഉണ്ടായതിനേക്കാൾ നല്ല രീതിയിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുകയും അതിലെ ഗിരിജനങ്ങൾക്കും ഹരിജനങ്ങൾക്കും അന്ന് വളരെയധികം സഹായങ്ങൾ സാമ്പത്തികമായും അവരുടെ ഉന്നമനത്തിന് വേണ്ടി സാംസ്കാരികമായും സാമൂഹികമായും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആ വകുപ്പുകൾ വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ അതൊരു ഉപരി സമുദായത്തിന്റെ കൈവശമിരുന്നിട്ടുള്ള നാളിതുവരെ കൈവശമിരുന്നിട്ടുള്ള വകുപ്പാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ കാലത്ത് ശ്രീ കെ രാധാകൃഷ്ണൻ ആ ദേവസ്വം വകുപ്പ് നൽകി. അതിനെതിരെ പരസ്യമായി ആരും രംഗത്ത് വന്നില്ലെങ്കിലും രഹസ്യമായി അതിനെതിരെ അലസോരങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായി. ഇപ്പോൾ കേരളത്തിന് ആ വകുപ്പുകൾ നൽകാതിരിക്കുന്നതിന്റെ പിന്നിൽ ഉയർന്ന സമുദായ സംഘടനകളുടെ സ്വാധീനം ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇടതുപക്ഷ സർക്കാരിന് മാറി ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വലതുപക്ഷ സർക്കാരിന് എങ്ങനെയാണ് മാറി ചിന്തിക്കാൻ കഴിയുക? ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഇല്ലാതാക്കിയ, അതിനുവേണ്ടി പ്രയത്നിച്ച SNDP യോഗവും സാധുജന പരിപാലന യോഗവും സഹോദര സമാജവും ഒരു പരിധിവരെ NSSഉം എല്ലാം ജാതീയമായ ഉച്ചനീചിത്വങ്ങൾ ഇല്ലാതാക്കാൻ പരിശ്രമിച്ച സംഘടനകളാണ്. SNDP യോഗം എന്ന് പറയുന്നത് ഇന്നത്തെ SNDP യോഗത്തെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശ്രീനാരായണ ഗുരു പ്രസിഡന്റായും ഡോക്ടർ പൽപ്പ് വൈസ് പ്രസിഡന്റായും കുമാരനാശാൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന SNDP യോഗത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഈ രാജ്യത്ത് നിന്നും കുറെയൊക്കെ ജാതീയമായ ഉച്ചനീചിത്വങ്ങൾ ഇല്ലാതാക്കിയെങ്കിൽ, ജാതിയുടെ സ്വാധീനം ഇല്ലാതാക്കിയെങ്കിൽ അതെല്ലാം പൂർവാധികം ഭംഗിയായി തിരിച്ചു വന്നിരിക്കുന്നു. ശ്രീ MV ഗോവിന്ദന്റെ ഒരു വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ നല്ല പോലെ തിരിച്ചു വന്നിരിക്കുന്നു. എന്നാൽ ഇത് ഒരിക്കൽ പോലും ഒരു ഇടതുപക്ഷ സർക്കാരിന് ഭൂഷണമല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. പത്രാധിപർ പ്രതികരിക്കുന്നു. ഇവിടെ പൂർത്തിയാക്കുകയാണ്. നന്ദി, നമസ്കാരം.